നയതന്ത്ര ബാഗേജിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് കേസിലെ വിചാരണ കേരളത്തിന് പുറത്തേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജി പരിഗണിക്കവേ ഇഡിക്ക് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. ഹർജിയിൽ വാദത്തിന് താൽപര്യമില്ലേ എന്ന് ഇഡിയോട് കോടതി ചോദിച്ചു. വാദം മാറ്റണമെന്ന് ഇഡി ഇന്നും ആവശ്യപ്പെട്ടതോടെ കേസിന് താൽപര്യമില്ലെന്ന് മനസ്സിലായെന്നും ഇഡിയോട് കോടതി പറഞ്ഞു. കേസിന്റെ വിചാരണ കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്ക് മാറ്റണമെന്ന ഹർജിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് താൽപര്യത്തോടെയല്ല കാണുന്നതെന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ജസ്റ്റിസുമാരായ ഹൃഷികേഷ് റോയ്, SB ഭട്ടി എന്നിവർ അടങ്ങിയ ബെഞ്ചിന്റേതാണ് ഈ നിരീക്ഷണം. വിചാരണ ബംഗളൂരുവിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇഡിയാണ് സുപ്രീം കോടതിയിൽ ട്രാൻസ്ഫർ ഹർജി ഫയൽ ചെയ്തിരുന്നത്. ഹർജി ചൊവ്വാഴ്ച പരിഗണിച്ചപ്പോൾ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SB രാജുവാണ് അന്വേഷണ ഏജൻസിക്ക് വേണ്ടി ഹാജരാകുന്നതെന്ന് ഇഡിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. SB രാജുവിന്റെ അസൗകര്യം കണക്കിലെടുത്ത് മറ്റൊരു ദിവസത്തേക്ക് ഹർജി പരിഗണിക്കാൻ മാറ്റണമെന്നും ഇഡിയുടെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ ഇതിനെ എതിർത്തു. കഴിഞ്ഞ 4 തവണ ഇഡി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഹർജി മാറ്റിവെച്ചതെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടി. ഇതേ തുടർന്നാണ് ട്രാൻസ്ഫർ ഹർജി ഇഡി താൽപര്യത്തോടെയല്ല കാണുന്നതെന്ന നിരീക്ഷണം കോടതി നടത്തിയത്. എന്നാൽ കഴിഞ്ഞ സംസ്ഥാന സർക്കാരാണ് ഹർജി പരിഗണിക്കുന്നത് മാറ്റണമെന്നാവശ്യപ്പെട്ടതെന്ന് ഇഡിയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. ഇഡിയുടെ ആവശ്യം പരിഗണിച്ച് കേസിന്റെ വിചാരണ ബംഗളൂരുവിലേക്ക് മാറ്റണമെന്ന ഹർജി പരിഗണിക്കുന്നത് സുപ്രീം കോടതി 6 ആഴ്ചത്തേക്ക് മാറ്റി. സംസ്ഥാന സർക്കാരിന് വേണ്ടി കപിൽ സിബലിന് പുറമെ സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശിയും ഹാജരായി.